ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഹരി രാജീവിനോട് ചോദിക്കേണ്ടത് ഇപ്പം എന്താ ചെറിയച്ചാ നിങ്ങളെല്ലാവരും ഈ ബാലചന്ദ്രൻ അങ്കിളുടെ മുന്നിൽ എല്ലാവരും താഴ്ന്നത് എന്താ പറ്റിയെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ തോറ്റോ, നമ്മുടെ ടീം തോറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട്, നീ വാ, നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ പറഞ്ഞിട്ട് മോള് കൊണ്ടുപോകുന്നുണ്ട്. മേലെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗംഗേട്ടൻ ഹരിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും പൊഞ്ഞു മുതൽ നമ്മുടെ അലീനേനെ നമ്മൾ സ്വന്തം ആളായിട്ട് കരുതണം, അവളോട് ഇനി ശത്രുതയൊന്നും കരുതരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഹരിയോട്. എന്തായാലും ഹരി ഇത് പോയിട്ട് കമലോട് പറയുന്നുണ്ട്. കമല ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശിവനോട് വന്ന് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എന്തിനാ നിങ്ങൾ അലീനോട് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ മോനെ കൊണ്ടായ അവളെ ഒന്ന് കെട്ടിപ്പിച്ചളി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ബാലചന്ദ്രനും അലീനയ്ക്കും സമ്മതമാണെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇപ്പോൾ ഇത് കേൾക്കേണ്ടി വന്നല്ലോ, ആർക്കും ഉണ്ടായ ബാലചന്ദ്രൻ ഏതോ ഒരു അലവലാതിക്ക് ഉണ്ടായ പെണ്ണിന് എൻ്റെ മോനെ കെട്ടിച്ചു കൊടുക്കാമെന്നോ, നിങ്ങൾ എന്താ പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് കയറി വന്നതിന് ഞാനിത് അനുഭവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ആരടി ആണല്ലാത്തതെന്ന് പറഞ്ഞിട്ട് കമലേനെ അടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ഗംഗയായിട്ട് മുത്തശ്ശിയോട് പോയി സംസാരിക്കാതിരിക്കുന്നുണ്ട്. മുത്തശ്ശിയോട് പറയുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഒന്ന് ക്ഷമിച്ചൂടെ, എന്ത് പറഞ്ഞാലും വൈജ അവൻ്റെ കുട്ടീനെ 3 എണ്ണത്തിനെ പ്രസവിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗയേട്ടൻ പറയുന്നുണ്ട്, വൈജ 3 എണ്ണത്തിനല്ല പ്രസവിച്ചിട്ട് 4ാമത്തെ ഒരാളെയും കൂടി പ്രസവിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മൂത്ത ആൾ മരിച്ചിട്ടില്ല, അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അതാണ് അലീന എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.